കേരള PSC അസിസ്റ്റന്റ് പ്രൊഫസേഴ്സിനുള്ള അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ നിയോനറ്റോളജി, പ്രൊഫസർ ഇൻ എൻഡോക്രൈനോളജി, പ്രൊഫസർ ഇൻ കാർഡിയോവാസ്കുലർ ആൻഡ് തൈറോയ്ഡിക് സർജറി, അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ സർജിക്കൽ ഗാസ്ട്രോളജി, അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ഓൺകോപാത്തോളജി, അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ റെസ്പിറേറ്ററി മെഡിസിൻ, അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ പൾമനറി മെഡിസിൻ, അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ഇൻഫെക്ഷ്യസ് ഡിസീസസ്, അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ഫാർമസി, അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ നഴ്സിംഗ്. ഇത്രയും തസ്തികകളാണ് വിളിച്ചിട്ടുള്ളത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഓരോന്ന് നോക്കാം. കാറ്റഗറി നമ്പർ 688/2025 അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ റെസ്പിറേറ്ററി മെഡിസിൻ. ശമ്പള സ്കെയിൽ UGC നോംസ് പ്രകാരമാണ്. വേക്കൻസി 3 എണ്ണമാണ്. പ്രായപരിധി 22 മുതൽ 45 വയസ്സുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. വിദ്യാഭ്യാസ യോഗ്യത MD ഇൻ റെസ്പിറേറ്ററി മെഡിസിൻ, 1 year എക്സ്പീരിയൻസ് ആസ് എ സീനിയർ റെസിഡൻറ്റ്. അതുകൂടാതെ പെർമനൻറ്റ് രജിസ്ട്രേഷൻ അണ്ടർ കേരള സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. അപേക്ഷിക്കേണ്ടത് കേരള PSC എന്ന വെബ്സൈറ്റ് വഴിയാണ്. ഒറ്റത്തവണ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്ത് അപേക്ഷിക്കാവുന്നതാണ്. അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ പൾമനറി മെഡിസിൻ. കാറ്റഗറി നമ്പർ 689/2025 വേക്കൻസി 1 ആണ് നിലവിലുള്ളത്. പ്രായപരിധി 22 മുതൽ 45 വയസ്സിലുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. പൾമനറി മെഡിസിനിൽ DM MD ഉണ്ടായിരിക്കേണ്ടതാണ്. കൂടാതെ 3 വർഷം എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കേണ്ടതാണ്. അതും കൂടാതെ കേരള സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കേണ്ടതാണ്. അതും കൂടാതെ ബേസിക് കോഴ്സ് ഇൻ ബയോമെഡിക്കൽ റിസർച്ച് ഉണ്ടായിരിക്കേണ്ടതാണ്. അപേക്ഷിക്കേണ്ടത് കേരള PSC എന്ന വെബ്സൈറ്റ് വഴിയാണ്. ഒറ്റത്തവണ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. അടുത്തത് കാറ്റഗറി നമ്പർ 683/2025 അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ നിയോനറ്റോളജി. വേക്കൻസി 1 ആണുള്ളത്. പ്രായപരിധി 22 മുതൽ 45 വയസ്സുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. DM അഥവാ MD ഇൻ നിയോനറ്റോളജി, MD ഇൻ പീഡിയാട്രിക്സ് ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. കൂടാതെ 3 വർഷം എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കേണ്ടതാണ്. അതും കൂടാതെ കേരള സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കണം. ബേസിക് കോഴ്സ് ഇൻ ബയോമെഡിക്കൽ റിസർച്ച് ഉണ്ടായിരിക്കേണ്ടതാണ്. അപേക്ഷിക്കേണ്ടത് കേരള PSC എന്ന വെബ്സൈറ്റ് വഴിയാണ്. കാറ്റഗറി നമ്പർ 692/2025 അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ നഴ്സിംഗ് ആണ്. വേക്കൻസികൾ ആൻറ്റിസിപ്പേറ്റഡ് ആണ്. പ്രായപരിധി 22 മുതൽ 41 വയസ്സുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. വിദ്യാഭ്യാസ യോഗ്യത MSc ND നഴ്സിംഗ് ഉണ്ടായിരിക്കേണ്ടതാണ്. കൂടാതെ പെർമനൻറ്റ് രജിസ്ട്രേഷൻ നഴ്സിംഗ് കൗൺസിലിംഗ് ഉണ്ടായിരിക്കേണ്ടതാണ്. അപേക്ഷിക്കേണ്ടത് കേരള PSC എന്ന വെബ്സൈറ്റ് വഴിയാണ്. അടുത്തത് കാറ്റഗറി നമ്പർ 686/2025 അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ സർജിക്കൽ ഗാസ്ട്രോളജി. വേക്കൻസികൾ 4 ആണുള്ളത്. പ്രായപരിധി 22 മുതൽ 45 വയസ്സുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. വിദ്യാഭ്യാസ യോഗ്യത MCH അഥവാ DNB അഥവാ ഡോക്ടർ NB ഇൻ സർജിക്കൽ ഗാസ്ട്രോളജി ഉണ്ടായിരിക്കണം. MS അഥവാ DNB ഇൻ ജനറൽ സർജറി ഉണ്ടായിരിക്കേണ്ടതാണ്. 3 വർഷം എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കേണ്ടതാണ്. അതുകൂടാതെ ബേസിക് കോഴ്സ് ഇൻ ബയോമെഡിക്കൽ റിസർച്ച് കംപ്ലീറ്റ് ചെയ്തിരിക്കണം. കൂടാതെ കേരള സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിൽ പെർമനൻറ്റ് രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കേണ്ടതാണ്. അപേക്ഷിക്കേണ്ടത് കേരള PSC എന്ന വെബ്സൈറ്റ് വഴിയാണ്. അടുത്ത കാറ്റഗറി നമ്പർ 685/2025 അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ കാർഡിയോവാസ്കുലർ ആൻഡ് തൈറോയ്ഡിക് സർജറി. വേക്കൻസികൾ 5 ആണുള്ളത്. പ്രായപരിധി 22 മുതൽ 45 വയസ്സുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. വിദ്യാഭ്യാസ യോഗ്യത MCH അഥവാ DNB അഥവാ ഡോക്ടർ NB ഇൻ കാർഡിയോവാസ്കുലർ ആൻഡ് തൈറോയ്ഡിക് സർജറി ഉണ്ടായിരിക്കണം. ബേസിക് കോഴ്സ് ഇൻ ബയോമെഡിക്കൽ റിസർച്ച് കംപ്ലീറ്റ് ചെയ്തിരിക്കണം. കൂടാതെ കേരള സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിൽ പെർമനൻറ്റ് രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കേണ്ടതാണ്. അപേക്ഷിക്കേണ്ടത് കേരള PSC എന്ന വെബ്സൈറ്റ് വഴിയാണ്. അടുത്തത് കാറ്റഗറി നമ്പർ 687/2025 അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ഓൺകോപാത്തോളജി. വേക്കൻസികൾ 5 ആണുള്ളത്. പ്രായപരിധി 22 മുതൽ 45 വയസ്സുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. വിദ്യാഭ്യാസ യോഗ്യത DM ഇൻ ഓൺകോപാത്തോളജി അഥവാ MD ഇൻ പാത്തോളജി. 3 വർഷം എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കേണ്ടതാണ്. കൂടാതെ ബേസിക് കോഴ്സ് ഇൻ ബയോമെഡിക്കൽ റിസർച്ച് കംപ്ലീറ്റ് ചെയ്തിരിക്കണം. കേരള സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിൽ പെർമനൻറ്റ് രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കേണ്ടതാണ്. അപേക്ഷിക്കേണ്ടത് കേരള PSC എന്ന വെബ്സൈറ്റ് വഴിയാണ്. അടുത്തത് കാറ്റഗറി നമ്പർ 691/2025 അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ഫാർമസി. വേക്കൻസികൾ ആൻറ്റിസിപ്പേറ്റഡ് ആണ്. പ്രായപരിധി 24 മുതൽ 41 വയസ്സുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്.
വിദ്യാഭ്യാസ യോഗ്യത പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ ഫാർമസി MPharm ഉണ്ടായിരിക്കേണ്ടതാണ്. അപേക്ഷിക്കേണ്ടത് കേരള PSC എന്ന വെബ്സൈറ്റ് വഴിയാണ്. നമ്പർ 684/2025 അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ എൻഡോക്രൈനോളജി. നിലവിൽ 2 വേക്കൻസികളാണുള്ളത്. പ്രായപരിധി 22 മുതൽ 45 വയസ്സ് വരെയാണ്. വിദ്യാഭ്യാസ യോഗ്യത DM അഥവാ DNB ഇൻ എൻഡോക്രൈനോളജി. ബേസിക് കോഴ്സ് ഇൻ ബയോമെഡിക്കൽ റിസർച്ച് കംപ്ലീറ്റ് ചെയ്തിരിക്കണം. കേരള സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിൽ പെർമനൻറ്റ് രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കേണ്ടതാണ്. അപേക്ഷിക്കേണ്ടത് കേരള PSC എന്ന വെബ്സൈറ്റ് വഴിയാണ്. മേൽ പറഞ്ഞ എല്ലാ തസ്തികകളുടെയും അവസാന അപേക്ഷിക്കേണ്ട ദിവസം 4/2/2026 ആണ്.